ഇതാണോ ചേച്ചിയുടെ വീട്? ഇതാണ് എൻ്റെ വീട്. അന്ന് എപ്പോഴാണ് ഇവിടുന്ന് പോയത്? രാത്രി ഒരു 1:30-1:45 ഉണ്ടാകും. അപ്പോൾ നമ്മൾ പുറകെ കൂടെ ഇങ്ങനെ സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നു, ചെളി വെള്ളത്തിൻ്റെ സ്മെല്ലും ഉണ്ടായി. അപ്പം ഞങ്ങൾ ഇതിലിറങ്ങി ഈ വഴി ഓടിയപ്പോൾ അവർ കാക്കാൻ്റെവർ ഞങ്ങളെ വിളിച്ചു. അവരെ വീട്ടിലേക്ക് മേലേക്ക് കയറി അങ്ങോട്ടേക്ക് പോകണ്ട, റോട്ടിലൊക്കെ ചളിവെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ NDRF വന്നാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. എല്ലാ ഉരുൾപൊട്ടലും കഴിഞ്ഞിട്ട് 8 മണിയൊക്കെ ആകാൻ നേരത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. ഞങ്ങളിപ്പോഴാണ് വരുന്നത്. ക്യാമ്പിലാണ് ഉള്ളത്. അപ്പോൾ സാധനങ്ങളുള്ളത് നാശമായിട്ടില്ലെങ്കിൽ കുറച്ച് കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ട് വരും. വാടക വീട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കൽപ്പറ്റ ടു വടുവഞ്ചാലിൻ്റെ ആ ഏരിയയിൽ നോക്കാം. ഏട്ടനാണ് കൃത്യമായിട്ട് അറിയാം. ഞാനും അമ്മയും മോനും ഹസ്ബൻഡും അമ്മേൻ്റെ അനിയത്തിയും ഉണ്ട്, നാത്തൂനും. ഞങ്ങൾ 6 ആളാണ് ഇവിടെ ഉണ്ടായി അന്ന് ദിവസം. ഇവിടെ നമ്മളെ വലിയ പാറല്ലേ, അതിൻ്റെ ബാക്ക് വരെ ഉണ്ടായിരുന്നു വീടുകൾ. ഇതിൻ്റെ താഴെയൊക്കെ വീടുകളായിരുന്നു. ശരിക്കും ഞങ്ങളെ പുഴ വരുന്ന അവിടെയാ വരുക. ഈ 2 വീട്ടിലത്തെ ആൾക്കാരുണ്ട്, കുഴപ്പമില്ലാതെ. ഞങ്ങൾ ഒരേ ക്യാമ്പിൽ തന്നെയാണുള്ളത്. താഴെ വീട്ടിലത്തെ ആൾക്കാരെല്ലാവരും പോയി. അവർ രാത്രിയിൽ അവരായിട്ട് മാറിയവർ ജീവനോടുണ്ട്, അല്ലാതെ ഇവിടെ തന്നെ നിന്നവരാരുമില്ല. ഈ ബഹളം കേട്ടോടെ രക്ഷപ്പെടാൻ ശ്രമിച്ചത് കാര്യം മനസ്സിലായിട്ട് പോയവരുണ്ടല്ലേ? അത് അവർ നേരത്തെ മഴവെള്ളം കൂടി എന്നുള്ള അതിൽ പുഴയിൽ വെള്ളം കൂടുന്നുള്ള പ്രതീക്ഷയിൽ പോയവർ കുറച്ച് പേരേ ഉള്ളൂ. കുറേ ഫാമിലി പോയിട്ടില്ല.